മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ വീട്ടിൽ തന്നെ നമുക്ക് ഈസിയായി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാംഗോ ബ്രെഡ് പുഡിംഗ് ആണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് മാംഗോ ചെറുതായി അരിഞ്ഞത് 1 കപ്പ്. നല്ല പഴുത്ത മാംഗോ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ ഞാൻ എടുക്കുന്നത് 1/2 ലിറ്റർ മിൽക്ക്, 4 സ്ലൈസസ് ബ്രെഡ്, ഷുഗർ ഒരു 3 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക്, കസ്റ്റാർഡ് പൗഡർ, വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആയിരുന്നാലും എടുക്കാം. ഫസ്റ്റ് നമ്മൾ കുറച്ച് മിൽക്ക് എടുത്തിട്ട് അതിലൊരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് നന്നായിട്ട് ആ മിൽക്കിൽ അലിയിച്ച് വെക്കുക. തരി ഒന്നുമില്ലാതെ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഒരു മിക്സിയുടെ ജാറിലോട്ട് മാംഗോസ് ഇട്ടിട്ട് നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ടെക്സ്ചറിലായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിൽ മിൽക്ക് ഒഴിച്ച് ചൂടാകുക. മിൽക്ക് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ കലക്കി വെച്ചേക്കുന്ന നമ്മുടെ കസ്റ്റാർഡ് പൗഡർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈയെടുക്കാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ കലക്കി കൊടുക്കുക. മേക്ക് ഷുവർ നമ്മൾ കൈയെടുക്കാതെ കലക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അതിലോട്ട് നമുക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലില്ലെങ്കിൽ നമുക്ക് ഷുഗർ ആയിരുന്നാലും ഇട്ട് കൊടുക്കാം. പക്ഷേ കണ്ടൻസ്ഡ് മിൽക്കിന് അത് ഒരു പ്രത്യേക ഒരു ഫ്ലേവറുണ്ട്, അതുകൊണ്ടാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മേക്ക് ഷുവർ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അത് കലക്കിക്കൊണ്ടിരിക്കണം. അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മാംഗോ പ്യൂരിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു ക്രീമി ടെക്സ്ചർ ആകുമ്പോൾ ഒരു 10 to 15 മിനിറ്റ്സ് മതിയാകും. ഒരു ക്രീമി ടെക്സ്ചർ ആകുമ്പോൾ അത് മാറ്റി വെക്കുക. ഒന്ന് തണുക്കുന്നവരെ, തണുക്കുന്ന വെച്ചാൽ ഒത്തിരി തണുക്കണ്ട, ഒരു പകുതി തണുപ്പ് ചൂട് പോകുന്നത് വരെ നമുക്ക് മാറ്റി വെക്കാം. ഒരു ബൗളിലോട്ട് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യുക. ലോ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഹൈ സ്പീഡ് വരെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. അതൊരു ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെ നല്ലതായിട്ട് പതഞ്ഞ് വരും. സോ അതുവരെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് പതഞ്ഞ് വന്നു കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ചുകൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പിങ്ങിനുള്ള വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ നമ്മുടെ ബ്രെഡ് അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിപ്പോൾ ഞാൻ 4 സ്ലൈസസ് ബ്രെഡാണ് എടുത്തത്. ഇപ്പോൾ നിങ്ങൾ ഏത് പാത്രമാണ് എടുക്കുന്നത് അതിൻ്റെ ആവശ്യത്തിനുള്ള ബ്രെഡ് എടുക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലോട്ട് ഫസ്റ്റ് ഒരു ലെയർ ബ്രെഡ് ഒന്ന് അടുക്കി വെക്കുന്നുണ്ട്. അതിലോട്ട് നമ്മുടെ കസ്റ്റാർഡ് സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് വെറ്റാക്കി എടുക്കാം. പിന്നെ നമ്മുടെ മാംഗോ പ്യൂരിയും കൂടെ ഒരു ലെയറായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒരു ലെയർ ബ്രെഡ് കൂടെ വെക്കുന്നുണ്ട്. അതിൽ സെയിം പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബ്രെഡ് വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ നമ്മുടെ കസ്റ്റാർഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മാംഗോ പ്യൂരിയും ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 3 ലെയർ ബ്രെഡ് വെക്കുന്നുണ്ട്. സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കസ്റ്റാർഡ് സൊല്യൂഷൻ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ചേക്കുന്ന വിപ്പിംഗ് ക്രീം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഞാൻ ലെവൽ ചെയ്യുന്നുണ്ട്. ഞാൻ ആ ബാക്കി വന്ന മാംഗോ പ്യൂരി ഒരു പൈപ്പിംഗ് ബാഗിൽ ഒഴിച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ എന്ത് ഡെക്കറേഷൻ വേണമെങ്കിൽ ചെയ്യാം. ജസ്റ്റ് നട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഇട്ടുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഒരു 3 to 4 hours ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യണം. ഞാനൊരു 4 hours കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇത് കട്ട് ചെയ്ത് നോക്കാം. ഇത് ശരിക്കും ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അത് കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ അടുത്ത നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു. ബൈ.